കേറി കഴിഞ്ഞപ്പോ എന്റെ പൊന്നു ചേട്ടാ ഹോ ദീർഘശ്വാസം വീണു. നല്ല അടിപൊളി ചെക്കന്മാര്, സീരിയസ്ലി നല്ല ചെക്കന്മാര്. എനിക്കങ്ങനെ ആരും ഇഷ്ടപ്പെടാത്ത ഒരാളാണ്, പക്ഷെ നല്ല ചെക്കന്മാരായിരുന്നു. പിന്നെ അതേപോലെ തന്നെ പണിയും അതാ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. 3 പേരും ഒരുമിച്ച് സെക്സ് ചെയ്ത കഥയും ഷെയർ ചെയ്തുകൊണ്ട് ടിക്ടോക്ക് സ്റ്റാർ ആയിട്ടുള്ള ബിജി TS രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ദുബായിൽ ബാറും സ്പായും നടത്തുന്ന മലയാളി വനിതയാണ് ബിജി TS. ടിക്ടോക്ക് ഉപയോഗിക്കുന്ന ദുബായ് മലയാളികൾക്ക് ഞാൻ ബിജിയെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യം ഉണ്ടാവില്ല. ടിക്ടോക്കിലെ രോമാഞ്ച കഞ്ചുകമാണ് നമ്മുടെ ബിജി ചേച്ചി. മില്യൺ കണക്കിന് ഫോളോവേഴ്സ് ആണ് ചേച്ചിക്കുള്ളത്. പകൽ ബാറിലും സ്പായിലും ഒക്കെ ആയിട്ട് സമയം ചെലവഴിക്കാറുള്ള ചേച്ചി രാത്രി ആയി കഴിഞ്ഞാണെങ്കിൽ ടിക്ടോക്കിൽ വന്നിരുന്ന് ആളുകളെ കുളിര് കോരിപ്പിക്കുന്ന ലൈവുകൾ ചെയ്യും. നല്ല നല്ല കഥകൾ പറഞ്ഞു തരും. ചേച്ചിയുടെ സ്പായില് ഹാപ്പി എൻഡിങ്ങിൽ വന്ന് ഒരുത്തന്റെ ചുക്കാമണിയെ കുറിച്ച് ചേച്ചി ഉണ്ടാക്കിയ ചെറുകഥയൊക്കെ വേൾഡ് ഫേമസ് ആണ്. നമ്മുടെ ഓൺലൈൻ മീഡിയക്കാർ ഇടയ്ക്കിടെ ചേച്ചിയെ പിടിച്ച് ഇന്റർവ്യൂ ചെയ്യാറുണ്ട് കേട്ടോ. നാട്ടിൽ വന്നാൽ പിന്നെ ചേച്ചിക്ക് നിന്ന് തീരാൻ സമയം ഉണ്ടാവാറില്ല. ഇന്റർവ്യൂയോട് ഇന്റർവ്യൂ ആയിരിക്കും. ഇപ്പൊ ചേച്ചിയെ പോലുള്ള നവോത്ഥാന നായികമാർക്കല്ലേ ഇന്റർവ്യൂ മേഖലയിൽ ഡിമാൻഡ് കൂടുതൽ. ചേച്ചിയെ പോലുള്ളവരുടെ കണ്ണീരും പ്രത്യേക തരം കരിച്ചിലും നിലവിളികളും നിറഞ്ഞ ആ ജീവിതം ലോകം മുഴുവനും അറിയണ്ടേ, മാതൃകയാക്കണ്ടേ. അതിനാണ് ചേച്ചിയെ പോലുള്ള ആളുകളൊക്കെ വിളിച്ച് ഇന്റർവ്യൂ ചെയ്യുന്നതെന്ന് തോന്നുന്നു. എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചേച്ചി നല്ല നല്ല കഥകൾ പറഞ്ഞു തരാറുണ്ട് എന്ന്. അങ്ങനെ ചേച്ചി പറഞ്ഞൊരു കഥയാണെന്നത് നമ്മുടെ വിഷയം. ഒരു ചെറിയ പാർട്ടി ഉണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ചേച്ചിയെ ഫ്ലാറ്റിലേക്ക് വിളിച്ചു കൊണ്ടുപോയി സുഖിപ്പിച്ച 3 പേരുടെ കഥ. ഒരിറ്റ് കണ്ണുനീരോടെ അല്ലാതെ നമുക്ക് ഈ കഥ കേട്ടിരിക്കാൻ കഴിയില്ല. നമുക്ക് എന്തായാലും ചേച്ചിയുടെ കമ്പിക്കഥ ഒന്ന് കേട്ടോക്കാം. ഞാൻ ഇന്നലെ ഉച്ചയ്ക്ക് ഇങ്ങനെ തുടക്കം നൽകി പറഞ്ഞാൽ എനിക്ക് കഥ ഈ സമയം വരെ പറഞ്ഞു തീർക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഓക്കെ, കഥ കേട്ടോ. ഇന്നലെ വൈകിട്ട് എന്നോട് ഒരു പയ്യൻ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഫോൺ എടുത്തില്ല. ഓക്കെ, ഞാൻ കുറച്ചു ദിവസം റെസ്റ്റിലായിരുന്നു. ഞാൻ ഇതിന് സത്യം പറഞ്ഞ എന്റെ കയ്യിൽ 1 രൂപ പോലും, ഞാൻ ഇവിടെ എല്ലാവർക്കും കാണിച്ചു കൊടുത്താണല്ലോ, എന്റെ ആകെ 6 ദിർഹംസ് ഉണ്ടായി. ഞാൻ 1 രൂപ പോലും എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ എന്റെ ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാം, 1 രൂപ പോലും എന്റെ കയ്യിൽ ഇല്ലാത്ത ഒരു ദിവസമായിരുന്നു. 6 ദിർഹംസ് കൊണ്ടാണ് ഞാൻ ഈ 5-6 ദിവസം. ചേച്ചിയുടെ കയ്യിൽ 1 രൂപ പോലും ഇല്ല, പക്ഷെ 6 ദിർഹംസ് ഉണ്ട് കേട്ടോ. എന്താലേ, എന്നാലും പാവണ്ട് ചേച്ചി. ഇത്ര വലിയ ദരിദ്രവാസി ആയത് അറിഞ്ഞില്ല. ബാറും സ്പായും ശരീര പ്രദർശനവും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ പൈസ ഉണ്ടാക്കുന്ന ആളാണെന്നല്ല ഞാൻ വിചാരിച്ചത്. എന്നാൽ എന്റെ ചേച്ചിക്ക് ഗതികേട് വന്നല്ലോ. കുബൂസും പച്ചവെള്ളവും കുടിച്ചാണ് ഇപ്പൊ ഓരോ ദിവസം കഴിഞ്ഞു കൂട്ടുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. എന്തായാലും ചേച്ചി ബാക്കി കഥ കൂടി പറഞ്ഞാട്ടെ. അങ്ങനെ തന്നെ വൈകിട്ട് ഒരു 8 മണി 9 മണി, പിന്നെ രാത്രി 8 മണി 9 മണി ഇപ്പം 8 മണി 9 മണി ഇപ്പൊ എന്നെ ഒരു ചക്കൻ വിളിച്ചു, ചെറിയ ചക്കൻ. അത് നമ്പർ ചോദിക്കാൻ പറയും. അങ്ങനെ എന്നോട് വിളിച്ചു പറഞ്ഞു, ചേച്ചി ഞങ്ങള് കുറച്ച് ആൾക്കാരുണ്ട്, നിങ്ങൾക്കൊരു വർക്കല്ല വേണ്ടത്, നിങ്ങൾക്കൊരു പാർട്ടിക്ക് ചേച്ചിനെ ഞങ്ങൾ ക്ഷണിച്ചാൽ ചേച്ചി വരും. ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ്. നമ്മൾ ഇൻസ്റ്റാ റീൽസ് ഒക്കെ ചേച്ചി കാണാറുണ്ട്. വേറെ ഒന്നിനുമല്ല, നമുക്ക് അടിച്ചു പൊളിക്കുക, ചേച്ചി ഒന്ന് പറ എത്ര എമൗണ്ട് വരും എന്നൊക്കെ എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞപ്പോ കുറെ ഇതാക്കി വിട്ടു, ഒഴിവാക്കി വിട്ടു നോക്കി. അതും കയ്യിൽ 5 പൈസ അല്ലാതെ മൂഞ്ചി തിരിഞ്ഞിരിക്കുന്ന സമയത്ത് ഇങ്ങോട്ട് പൈസ നിന്ന് പാർട്ടിക്ക് കൊണ്ടുപോവാന്ന് പറഞ്ഞപ്പോ ഒഴിവാക്കി വിട്ടു പോലും. വിശ്വസിച്ച് ചേച്ചി ബാക്കി പറഞ്ഞാലും എന്നെ പിന്നെ വിളിച്ചു. അപ്പൊ ഇവര് പിന്നെ വിളിക്കുമ്പോൾ ചോദിച്ചു തുറച്ചില്ലാണോ അല്ലയോ. അപ്പൊ ഞാൻ ഒരു എമൗണ്ട് പറഞ്ഞു. പാർട്ടിയാണ്, കേക്കട്ടെ, കഥ കേൾക്കണം. ഞാൻ എല്ലാവരും ചൂടാവുന്ന വ്യക്തിയാണ്. കാരണം ഒരുപാട് പേര് നമ്മൾ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ ആളുകളെ വിളിച്ച് തെറി പറയും. അപ്പൊ ഞാൻ ഇവനോട് ഓൾറെഡി പറഞ്ഞു 10 മണിക്ക് വരും. ഞാൻ പറഞ്ഞു എനിക്ക് രാവിലെ 6 മണിക്കൂടെ കൊണ്ടുവന്നാക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു പാർട്ടി മാത്രം ഇട്ടോ. അതെ, അത് പിന്നെ ചേച്ചി പറയേണ്ട ആവശ്യമില്ലല്ലോ. പാർട്ടി മാത്രമായിരിക്കുമെന്ന് ഞങ്ങൾ ഊഹിച്ചു. രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെ നീണ്ടു നിൽക്കുന്ന ഒരു പ്രത്യേക തരം പാർട്ടിയല്ലേ ചേച്ചി? അത് 3 ചെക്കന്മാരുടെ കൂടെ. ചേച്ചിയുടെ ഒക്കെ ഒരു ടൈം ബാക്കി പറഞ്ഞായിരുന്നു. അതായത് അവിടെ പോയി അവർ 3 പേരേ ഉള്ളൂ, 3 ആൺപിള്ളേര്. അപ്പൊ 3 ആണുങ്ങൾ. അപ്പൊ ഞാൻ എടുത്ത് അവരോട് ചോദിച്ചിട്ടാണ് ഇവിടുത്തെ പോയത്, എന്തിനാണ് എങ്ങനെയാണ്. അപ്പൊ അവര് പറഞ്ഞത് എന്നോട് പാർട്ടിയാണ് ചേച്ചി, ഞങ്ങളിവിടെ ഫുഡൊക്കെ വെച്ചിട്ടുണ്ട്, ഓണത്തിന് ഞങ്ങൾക്ക് ലീവ് കിട്ടി, ഞങ്ങളൊരു ഇതിലാണ് നിൽക്കണേ. അപ്പൊ ചേച്ചി ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞങ്ങളുടെ കൂടെ മദ്യപിക്കുക, ഞങ്ങൾ പാട്ടൊക്കെ പാടും, ചേച്ചി ഓരോ കാര്യങ്ങൾ പാർട്ടിയായിട്ട് ഫുഡൊക്കെ വെച്ച് വരുമ്പോ അങ്ങനെ. അതിനപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഒരു എമൗണ്ട് പറഞ്ഞു. ഓക്കെ, അത് കൂടാണ്ട് അവരെന്നോട് ഞാൻ അവരോട് എടുത്തു ചോദിച്ചു, കാരണം നമ്മളെല്ലാം പറഞ്ഞ് ഡീൽ ചെയ്തിട്ടാണ് ഇവിടുന്ന് പോവാൻ. അപ്പൊ അവർ പാർട്ടിക്ക് എന്നോട് പാർട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇത്ര എമൗണ്ട് വരും എന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ ഞാൻ ഇവിടെ കിട്ടുന്ന വർക്കിന്റെ കാശ് കളഞ്ഞിട്ടാണ് ഇവരുടെ കൂടെ ഒരു നൈറ്റ് പോണത്, പാർട്ടി കൂടെ. ഓക്കെ, ഇപ്പൊ എന്നെ ആ ചോറുണ്ടാൻ വിളിച്ചാലും ഞാൻ കാശ് കൊടുക്കും, കാരണം എന്റെ കസ്റ്റമറെ കളഞ്ഞിട്ടാണ് ഞാൻ അവർക്കുടെ വീട്ടിൽ പോയി ചോറുണ്ടാൻ പോണത്. അപ്പൊ എനിക്ക് ആ കാശിക്ക് എന്തായാലും കിട്ടണം. ഓക്കെ, അപ്പൊ അവര് പറഞ്ഞു ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എടുത്ത് അവരോട് ചോദിച്ചു മസാജിനും വേറെ ഒന്നിനും അല്ലല്ലോ എന്ന് വെച്ചാൽ. അപ്പൊ അവര് പറഞ്ഞു ചേച്ചി ഞങ്ങൾ 3 ആണുങ്ങളുണ്ട്.
അതെ അതെ അതെ, 3 ആളുകളുണ്ട്. ബാക്കിയൊക്കെ ചേച്ചി ഊഹിച്ചോ? പിന്നെ ചേച്ചിക്ക് എന്തൊക്കെ അറിയണം? പൈസ കിട്ടുമോ? പാർട്ടി മാത്രമേ ഉള്ളൂ? മസാജ് വേണ്ടി വരുമോ? ചേച്ചിയെ പോലുള്ള ഒരു മഹനീയ വനിതയെ 3 ചെക്കന്മാര് വന്ന് നട്ടപ്പാതിരാക്കി കൂട്ടിക്കൊണ്ടു പോകുന്നത് പൊന്നാട ഇട്ട് ആദരിക്കാൻ വേണ്ടി ഒന്നുമല്ല എന്ന് ചേച്ചിക്കും അറിയാം, ഞങ്ങൾക്കും അറിയാം. ചേച്ചി എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ. ഞങ്ങൾ 3 ആണുങ്ങള്, ചിലപ്പോ ഞങ്ങൾ 2 പേര്, 3 ആണുങ്ങള് ചിലപ്പോ 2 പേര് ചിലപ്പം അറിയാലോ എടുക്കും. അപ്പൊ എങ്ങനെ കാര്യമുണ്ട്. അപ്പൊ ഞാൻ എന്താക്കി, ഞാൻ പറഞ്ഞു അതിന്റെ കൂടെ, അത് ഞാൻ എമൗണ്ട് ആദ്യം പറഞ്ഞു പാർട്ടിക്ക് മാത്രം, അതിന്റെ കൂടെ പ്ലസ് കൂട്ടാൻ വന്നു. അപ്പൊ ഞാൻ ഒരാളുടെ ഇതിന് കൂട്ടിയില്ല, നമ്മളൊരു തെറ്റല്ല. അപ്പൊ ഒരെണ്ണത്തിന് ഞാൻ അവർക്ക് ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അത് ഡിസ്കൗണ്ട് ചെയ്തു, വേണ്ടാന്ന് വെച്ചു. ഓ, എന്തൊരു ഉദാര മനസ്കാണല്ലേ ചേച്ചി. 2 എണ്ണം എടുത്ത 1 ഫ്രീ എന്നൊക്കെ. ചെക്കന്മാർക്ക് ഗോൾ അടിച്ചല്ലോ. എന്നാലും ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു ചേച്ചി? ഒരു രാത്രി 3 പയ്യന്മാര് സമ്മതിച്ചെന്നിട്ടോ. ബാക്കി പറഞ്ഞാലും ഓക്കെ, ഇന്ന് വേണ്ടാന്ന് വെച്ചു. അപ്പൊ അവര് പറഞ്ഞു അവര് എമൗണ്ട് എല്ലാവരും കൂട്ടിയിട്ട് ഒരു എമൗണ്ട് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു സെറ്റ് ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഓക്കെ ഒക്കെ പറഞ്ഞ് നമ്മൾ പറ്റിക്കും എന്ന് വിചാരിച്ചു. അപ്പൊ ഇവരെന്നോട് പറഞ്ഞു ചേച്ചി ഞാൻ റൂമിൽ താഴെത്തി, ഞാൻ ഇപ്പൊ കുളിച്ച് റെഡി ആയിട്ട് ഇവിടെ നിൽക്കാം. അപ്പൊ അവര് സെറ്റ്, ഞാൻ പറഞ്ഞ എമൗണ്ടിന് സെറ്റാണ് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി. പക്ഷെ എനിക്ക് ആദ്യം പേടിയും കാരണം ഞാൻ എല്ലാവരും അഡ്വാൻസ് മേടിക്കാറാ ചെയ്യാറ്. പക്ഷെ ഇത് അഡ്വാൻസ് മേടിച്ചില്ല. അന്നേരം എന്നോട് എനിക്ക് ചമാനും പറഞ്ഞു, റൈസൊക്കെ പറഞ്ഞു, കമന്റ് ഇട്ട ആൾക്കാർ ചേച്ചി സേഫ് അല്ല ചേച്ചി അങ്ങനെ. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, അവരെ ഹോട്ടലൊന്നുമല്ല, അവര് സ്വന്തം ഫ്ലാറ്റാണ്. അപ്പൊ ഞാൻ ഫ്ലാറ്റുകളിൽ പോയിട്ടില്ല, ഞാൻ ഹോട്ടൽ റൂംസിലാണ് പോയി. കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ നമുക്ക് ഹോട്ടലിൽ ഇതാക്കാം. ഫ്ലാറ്റുകളിൽ ഞാൻ പോയിട്ടില്ല. അപ്പൊ എനിക്ക് എന്റെ കയ്യിൽ കാശില്ല, കാരണം ഞാൻ അത്രയും ബുദ്ധിമുട്ടി നിൽക്കാം ഇവിടെ. ഞാൻ അത്ര എന്റെ കയ്യിൽ ആകെ 6 ദിറംസ് ഉണ്ടായിരുന്നുള്ളൂ. വെറും 6 ദിറംസ് കൊണ്ട് ഞാൻ 2 ആഴ്ച ഈ റൂമിൽ ഞാൻ ഓടി. ഞാൻ ആരോടും പറഞ്ഞില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, ദൈവത്തെ നല്ല വിശ്വാസമുള്ള ലേഡിയാണ്. ചേടാ, ഈ ദൈവം എന്ന് പറയുന്ന ആൾ ഇത്തരക്കാരനായിരുന്നു. എന്താണ് ആശാനെ, നിങ്ങളെ കുറിച്ച് ഞാൻ ഇങ്ങനൊന്നല്ല വിചാരിച്ചത്. ഈ കൂട്ട് കച്ചവടത്തിൽ നിങ്ങൾക്കും പങ്കുണ്ടെന്നാണ് ബിജി ചേച്ചി പറയുന്നത്. ദൈവത്തിന് നല്ല വിശ്വാസമാണ്, ദൈവം എന്നെ രക്ഷിക്കുമെന്നൊക്കെയാണ് ബിജി ചേച്ചി പറഞ്ഞത്. അപ്പൊ ഇമാതിരി പണിക്ക് പോകുന്ന പെണ്ണുങ്ങൾക്കൊക്കെ ബോഡി ഗാർഡ് നിൽക്കലാണ് ഇപ്പൊ ദൈവത്തിന്റെ പണി. അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ഇവിടെ മാറാരോഗങ്ങളൊക്കെ വന്ന് കഷ്ടപ്പെട്ട് കഴിയുന്ന കുറെ ആൾക്കാരുണ്ട് കേട്ടോ ആശാനെ. നിന്നെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ട്. ഇടയ്ക്ക് അവരെയും കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ബിജി ചേച്ചിയെ രക്ഷിക്കുന്ന തിരക്കിനിടയിൽ ഈ പാവങ്ങളൊന്നും മറന്നു പോകല്ലേ. ബാക്കി കേട്ടോക്കെ എന്തായാലും ഞാൻ 2 കഴിപ്പിച്ചു. കിട്ടണ പൈസയല്ലേ, കളയണ്ട. കുറെ ദിവസമായില്ലേ കയ്യിൽ കാശിക്കൊണ്ടിരിക്കുന്നു, റൂം റെന്റ് അടയ്ക്കാറാന്ന് വിചാരിച്ചു ഞാൻ 2 കഴിപ്പിച്ചു. എന്തെങ്കിലും ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ താഴെ ഇറങ്ങിയിട്ടാ. എനിക്ക് ഇവരെ അറിയില്ല, എനിക്ക് ഭയങ്കര ഭയമുണ്ട്, പേടിയുണ്ട്. ഓക്കെ, ഞാൻ പോയി. അപ്പൊ ഞാൻ ചോദിച്ചു, ദൈവമേ 2 കാർ കൊടുപ്പുണ്ടല്ലോ, ഇതിൽ ഏതാ ഈ ചേട്ടന്മാരെ കാറും എനിക്കറിയില്ല. എന്നിട്ട് പുറത്തുനിന്ന് ഒരാൾ കൈ ഇട്ടിട്ട് ഇങ്ങോട്ട് കൈ അടിച്ചു. അപ്പൊ ഞാൻ കയറി കഴിഞ്ഞപ്പം എന്നെ കോൺടാക്ട് ചെക്കൻ ചേച്ചിന്ന് വിളിച്ചു. കുറച്ച് സമാധാനം ദൈവമേ. അപ്പൊ എന്നോട് പറഞ്ഞു ബാക്കി കയറിക്കോളാൻ പറഞ്ഞു. അപ്പൊ ഫ്രണ്ടില് അവന്റെ 3 ആണുങ്ങൾ 2 പേരാണ് എന്നെ കൊണ്ടുവരാൻ വന്നു. അപ്പൊ ബാക്കിൽ കയറിയിരുന്നു. അപ്പൊ ഞാൻ വണ്ടിയൊക്കെ പരിശോധിച്ചു, കുഴപ്പമില്ല, കയറി കഴിഞ്ഞപ്പോ എന്റെ പൊന്നു ചേട്ടാ, ദീർഘശ്വാസം വീണു. നല്ല അടിപൊളി ചെക്കന്മാർ. ചേച്ചിക്ക് പൊന്നുവായി. സാധാരണ ഇതുപോലെ ചേച്ചിയെ പണിക്ക് വിളിച്ച് കൊണ്ടുപോകുന്നവരൊക്കെ കുയിലും കാലും നീട്ടി ഇരിക്കുന്നവന്മാരായിരിക്കും. പക്ഷെ ഇവിടെ കിളി പോലത്തെ 3 ചെക്കന്മാരാണ്. അവരെ കണ്ടപ്പോ തന്നെ ചേച്ചിക്ക് വെള്ളം പോയി. കൊതിയായിട്ട് വായക്കൂടെ വെള്ളം ഇരിക്കൂലെ, അതാണ് ഉദ്ദേശിച്ചത്. അങ്ങനെ നമ്മുടെ ബിജി ചേച്ചിയും കൊണ്ട് ആ കാർ യാത്ര ആരംഭിച്ചു. എന്നിട്ട് എന്താ നടന്നതെന്ന് ബിജി ചേച്ചി തന്നെ പറയുന്നുണ്ട്. ബാക്കിയായിട്ടോക്കാം. സീരിയസ്ലി നല്ല ചെക്കന്മാര്. ഞാൻ വെച്ചാൽ എനിക്ക് ഭയങ്കര ടെൻഷനും വരികയായിരുന്നു. വണ്ടി കയറി ഷാർജ എത്തുന്നോടം വരെ എനിക്ക് ഭയങ്കര വിറയായിരുന്നു. ഇവരെന്നോട് കുറെ നേരം സംസാരിച്ചിട്ട് ഞാൻ കൂളായി. അപ്പോൾ ചേച്ചി കൂളാവ്, ഞങ്ങൾ ചേച്ചിനെ പറ്റിക്കോ ചതിക്കോ എന്ന് ചേച്ചിയുടെ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാം, ഫാമിലിയൊക്കെ ഞങ്ങൾക്ക് അറിയാം, അങ്ങനെ റോങ് അല്ല, ഞങ്ങളുടെ ജോലി ഇങ്ങനെയൊക്കെയാണെന്ന് തോന്നുമ്പോൾ കൂളായി. ഇപ്പൊ ഷാർജ എത്തി. നല്ല ചെക്കന്മാരാണ്, പൊളി ചെക്കന്മാർ. 3 ചെക്കന്മാരും ഒന്നിനൊന്നും മെച്ചം. എനിക്ക് കുറ്റം പറയാൻ ഒരു വോയിസും ഇല്ല, കാരണം നല്ല ചുള്ളന്മാര്. ചെക്കന്മാരെ കുറിച്ച് പറയുമ്പോ ചേച്ചിക്ക് 100 നാവാണ്. എത്ര പുകയത്തിലും അങ്ങോട്ട് മതിയാവുന്നില്ല. അവന്മാര് നല്ലോണം സൂചിപ്പിച്ചാണ് വിട്ടെന്ന് തോന്നുന്നു, അല്ലേ ചേച്ചി? എന്തായാലും ബാക്കി പറ. അതിൽ 2 പേര് കല്യാണം വെച്ചു. ചെക്കൻ എന്റെ കോടതി ചെക്കൻ മാത്രം ചെറിയ 25 വയസ്സുള്ള ചെക്കൻ, ബാക്കി 2 പേര് കല്യാണം വെച്ചതാണ്. അപ്പം വണ്ടിയിൽ കയറി നിന്നപ്പം നല്ല കൂളായി. പക്ഷെ അവരുടെ റൂമിലെത്തി. ഷാർജയിൽ ഇപ്പൊ ഒരു 20-ാം നിലയുടെ മേളിൽ എങ്ങാണ്ടായിരുന്നു, 20-ാം നിലയോ 18-ാം നില എങ്ങാണ്ടായിരുന്നു ഒരു റൂം. ലിഫ്റ്റ് കയറി ഞാൻ മാസ്ക് വെച്ചിരുന്നു, തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് മാസ്ക് വന്നു. ഞാൻ പറയും മാസ്ക് ഉണ്ടാവും, കാരണം ഒരു വണ്ടി പാർക്കിങ്ങിലുള്ള വണ്ടി പാർക്ക് ചെയ്തിട്ട് അവിടെ നേരെ മേലോട്ട് പോയി. അപ്പൊ മേലോട്ട് പോയപ്പോഴൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷൻ. അപ്പൊ ഇവരെ നല്ല കൂളായിട്ടൊക്കെ സംസാരിച്ച് അങ്ങനെ റൂമിലെത്തിയപ്പം 3 ആണെന്ന് പറഞ്ഞത്. റൂമൊക്കെ തുറന്നപ്പോ നല്ല അത്യാവശ്യം നല്ല അടിപൊളി റൂംസ് കാര്യങ്ങളൊക്കെ കേട്ടോ. നല്ല റൂമാണ്, 2 ബെഡ്റൂമും 1 ഹാള്, ഒരു ബാൽക്കണി, ബാത്റൂം, നല്ല അടിപൊളി റൂം. ഒരു രക്ഷയില്ല, കാരണം അവർ അത്രയും നല്ല കാശുള്ളവരാണ്.
നല്ല റൂമും എനിക്ക് ചെന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം 3 പേരിൽ ഒരാൾ അവിടെ കിടന്നു കൊടുക്കും, നല്ല പൂസൽ കിടന്നു വന്നു. അപ്പം ഞാൻ ബാഗ് എനിക്ക് ഭയങ്കര ടെൻഷനും പേടിയൊക്കെയായിരുന്നു. അപ്പം ഞാൻ ബാഗ് കട വെച്ച് ഞാനിവിടെ ഇങ്ങനെ ഇരുന്നു. ഞാനിങ്ങനെ ഇവിടെ ഇരുന്ന് എനിക്ക് ഇവര് റെഡ് ലേബിൾ ഉണ്ട്, മറ്റേ ജോണി വാക്കറിന്റെ കുപ്പി എടുത്തോണ്ട് പോകും, പകുതി അതിനായിരുന്നു. അപ്പം നിങ്ങൾക്കറിയാലോ ഞാൻ പുറത്ത് വർക്കിന് പോയി ഞാൻ അങ്ങനെ മദ്യപിക്കാറില്ല. ഓക്കെ, പക്ഷെ നല്ല പയ്യന്മാരായിരുന്നു. എനിക്ക് അവരെയും കൊണ്ട് ഒരു ബുദ്ധിമുട്ടോ ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. ഒരു ബുദ്ധിമുട്ടുണ്ടല്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പൊ കഥയ്ക്ക് വരാം. അല്ലാതെ എനിക്ക് അവരെയും കൊണ്ട് തന്നെ ഒരു മൃഗീയമായിട്ട് അങ്ങനത്തെ ഒരു ഇതോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും എനിക്ക് ഒരു ബുദ്ധിമുട്ടും 3 ആൺപിള്ളേരെ എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം അത്ര നല്ല പെർഫെക്റ്റ് ആയിരുന്നു. കാരണം കാശൊക്കെ കൃത്യമായിരുന്നു. അവര് ആ 3 ആണുങ്ങളും സൂപ്പറായിരുന്നു. അവരെ കുറ്റം പറയാൻ എനിക്ക് വോയിസ് ഇല്ല. ഓക്കെ, അതുകൊണ്ട് ആ ചെക്കന്മാരൊന്ന് കൈ കിട്ടിയൊന്ന് ആദരിച്ച് വിടുന്നു. അല്ല, അജ്ജാത അഭിപ്രായം ചേച്ചി പറയുന്നു. ബിജി ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഇമ്മാതിരി അപ്രീസിയേഷൻ ഒക്കെ കിട്ടാന്ന് പറഞ്ഞാൽ അവന്മാര് പൊളിയായിരിക്കും. എന്തോ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ചേച്ചി. അങ്ങനെയുള്ള ചേച്ചിക്ക് പോലും ഈ ചെക്കന്മാർ ഭയങ്കര സംഭവമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഉറപ്പിക്കാം, അവന്മാർക്ക് പണി അറിയാം. ഇനിയിപ്പോ ഈ ചെക്കന്മാരുടെ കോൺടാക്ട് കിട്ടാൻ വേണ്ടി പലരും ബിജി ചേച്ചിയുടെ പിന്നാലെ കൂടുന്നുള്ളത് ഉറപ്പാണ്. അങ്ങോട്ട് പൈസ കൊടുത്ത് ഈ ചെക്കന്മാരെ തേടി പോകാനും സാധ്യതയുണ്ട്. എന്തായാലും കഥയുടെ ബാക്കിയുടെ കേട്ടോക്കാം. കേൾക്കും. ഞാൻ അവിടെ ചെന്നിരുന്നു. അപ്പൊ അവര് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ട്, അവർ നല്ല പാചകരം. അപ്പൊ അവരും തോറും ചേച്ചി ഞങ്ങൾ നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടുണ്ട്, കപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്, എനിക്ക് വേണ്ട ഫുഡുകളൊക്കെ റെഡി. കാരണം വെച്ചാൽ ഞാൻ അവിടെ ചെന്നപ്പോ നെയ്ച്ചോറ്, ബീഫ് കറി, ഓറഞ്ച്, എനിക്ക് വേണ്ടതാണൊക്കെ, മുന്തിരി, KFC, ചാർക്കോള്, പൊറോട്ട. ഇതിപ്പോ അമേരിക്കൻ പ്രസിഡന്റിനെ വിരുന്നിന് വിളിക്കുമ്പോൾ കൊടുക്കാനുള്ള അത്രയും വിഭവങ്ങൾ ഉണ്ടല്ലോ. ബിജി ചേച്ചി അവിടെ എത്രയും വലിയ സംഭവമായിരുന്നു അല്ലെ. എന്തായാലും കുബൂസും പച്ചവെള്ളവും കുടിച്ച് ജീവിച്ചിരുന്ന ചേച്ചിക്ക് ഒരു ആശ്വാസമായി കാണുന്നത്. ബാക്കി കേട്ടോക്കെ എന്തായാലും കസ്റ്റമർ ഹലോ യെസ് ചേട്ടാ ഞാൻ നോക്കട്ടെ, ഞാനിപ്പോ വന്നേ ഉള്ളൂ. എന്താണ് ചേച്ചി, കസ്റ്റമറോട് ഇങ്ങനെ ചൂടാവാൻ പാടുണ്ടോ? മോശമല്ല അതൊക്കെ. വല്ല തന്തമാരുമാവും അല്ലേ, അതാണ് ഇങ്ങനെ. ചെക്കന്മാര് വല്ലതും ആയിരുന്നെങ്കിൽ ചേച്ചി ഇരുന്ന് ഒലിപ്പിച്ചേനെ. ബാക്കി പറഞ്ഞാലും കേക്ക് അസ്രഫൊക്കെ കേൾക്കും. അങ്ങനെ എനിക്ക് വേണ്ട ഇറാനിയോ അങ്ങനെ വലിയൊരു ഉണ്ടമുള്ളൊരു പച്ചമുന്തിരി ഇതൊക്കെ മേടിച്ച്, പിന്നെ അയാള് അവിടെ കിടക്കുന്ന ആള് നാട്ടിൽ നിന്ന് വന്ന അയാളാണ് ശരിക്കും ഇതിന്റെ ആള്. നമുക്ക് അപ്പം ആള് നാട്ടിൽ നിന്ന് മാസത്തിൽ 2-3 ദിവസമൊക്കെ ഇവിടെ ഇക്കുള്ളൂ. അപ്പൊ അയാൾ നാട്ടിൽ നിന്ന് കുറെ സാധനം കൊണ്ട് അച്ചാളൊക്കെ അപ്പൊ അതൊക്കെ നിരത്തി വെച്ചും കുറെ ഫ്രൂട്ട്സ്, കുറെ പലഹാരം എനിക്ക് വേണ്ടി നെയ്ച്ചോറുണ്ടാക്കി, പൊറോട്ട, ബീഫ്. പക്ഷെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല, കാരണം എന്റെ വയറ് നിറഞ്ഞു. അപ്പൊ ഞാൻ ഓൾറെഡി അവരുടെ അടുത്ത് 2 പെക്ക് അടിച്ചു, 2 പെക്ക്. അങ്ങനെ കുറെ നേരം ഇവര് വർത്താനൊക്കെ പറഞ്ഞു, നമ്മൾ 2 പേരും. അപ്പൊ ഒരാളെ കിടക്കുക. അങ്ങനെ 2, പക്ഷെ നല്ല ചെക്കന്മാരട്ടോ. എനിക്ക് 3 പേരും ഇഷ്ടപ്പെട്ടു, കാരണം നല്ല ചുള്ളന്മാരായിരുന്നു, സൂപ്പറായിരുന്നു. എനിക്കങ്ങനെ ആരും ഇഷ്ടപ്പെടാത്ത ഒരാളാണ്, പക്ഷെ നല്ല ചെക്കന്മാരായിരുന്നു. പിന്നെ അതേപോലെ തന്നെ പണിയും അതാ ഞാൻ ഇപ്പൊ പറഞ്ഞുതരാം. അങ്ങനെ പറ, വെറുതെ ചെക്കന്മാരെ നിലത്ത് നിർത്താതെ പൊക്കി അടിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നല്ല പണി അറിയുന്ന ചെക്കന്മാരാണ്. അതാണ് ചേച്ചിക്ക് ഇത്ര പൊലിവ്. ഓർക്കുമ്പോ പോലും കുളിര് കോരുന്നുണ്ട് ചേച്ചിക്ക്. എന്നാലും 3 ചെക്കന്മാരുടെ കൂടെ പോയി പണിയെടുത്ത കഥയൊക്കെ യൂട്യൂബിൽ വന്നിരുന്ന് പറയാൻ കാണിച്ച ചേച്ചിയുടെ ആ മനസ്സുണ്ടല്ലോ, അത് നിങ്ങൾ കാണാണ്ട് പോയി. ഇതൊക്കെ ചേച്ചിന്റെ കച്ചവട തന്ത്രങ്ങളാണ് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞതല്ല, മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ വെച്ച് ചേച്ചി തന്നെ പറഞ്ഞതാണ്. ശരീരം കാണിച്ച് വീഡിയോ ചെയ്യുന്നതും ഇതുപോലെ കമ്പി കഥകൾ പറയുന്നതും ഒക്കെ ഈ തന്ത്രത്തിന്റെ ഭാഗമായിരുന്നു പോലും. തന്റെ ബാറിലേക്കും സ്പായിലേക്കും ആളുകളെ ആകർഷിക്കാൻ വേണ്ടി ചേച്ചി എന്തും ചെയ്യും. കച്ചവട തന്ത്രം പറഞ്ഞാൽ ഇതാണ് മക്കളെ. യൂസുഫ് അലിയൊക്കെ ബിജി ചേച്ചിയെ കണ്ടുപഠിക്കണമെന്നാണ് എന്റെ ഒരു. അങ്ങനെ വെറുതെ ടിക്ടോക്കിൽ വന്നിരുന്ന ആഭാസത്തരങ്ങൾ കാണിക്കുന്നവളല്ലേ ഈ ബിജി. ഇതെല്ലാം ബിജിയുടെ തന്ത്രം, കച്ചവട തന്ത്രം. അതുപോലെ ബിജി ചേച്ചിയുടെ സത്യസന്ധതയെ കുറിച്ച് എടുത്തു പറയണം. 4 കാശുണ്ടാക്കാൻ വേണ്ടിയാണ് ചേച്ചി ഇതെല്ലാം ചെയ്യുന്നതെന്ന് തുറന്ന് സമ്മതിക്കാൻ ചേച്ചിക്ക് യാതൊരു മടിയുമില്ല. സാധാരണ ഇതൊന്നും ആരെങ്ങനെ തുറന്ന് സമ്മതിക്കാറില്ല. അവിടെയാണ് ബിജി ചേച്ചി വ്യത്യസ്തയാവുന്നത്. തങ്കം സാർ അവര് തനി സംഘം. ബിസിനസിന് വേണ്ടി ചേച്ചി എന്തും ചെയ്യും. മാരടം കാണിച്ച് കസ്റ്റമേഴ്സിനെ ആകർഷിക്കുന്നതാണ് ചേച്ചിയുടെ ട്രേഡ് മാർക്ക് ഐറ്റം. വല്ലാത്തൊരു ബിസിനസ് തന്നെ. അല്ലെങ്കിലും കച്ചവടത്തിൽ അങ്ങനെ തന്നെയാണല്ലോ അല്ലെ. പ്രൊഡക്റ്റും പ്രൊഡക്റ്റിന്റെ സവിശേഷതകളും എല്ലാം കാണിച്ച് തന്നെയാണല്ലോ നമ്മൾ കസ്റ്റമേഴ്സിനെ ആകർഷിക്കുക. അങ്ങനെ നോക്കുമ്പോൾ കറക്റ്റ് കാര്യമാണ് ചേച്ചി ചെയ്യുന്നത്. എന്നാലും എല്ലാം തുറന്നു പറയാനും തുറന്നു കാണിക്കാനുള്ള ചേച്ചിന്റെ ആ മനസ്സുണ്ടല്ലോ, ആ ഒരു സത്യസന്ധത ഉണ്ടല്ലോ, അതാണ് എനിക്ക് ഇഷ്ടമായത്. എന്തായാലും കഥയുടെ ക്ലൈമാക്സ് കൂടി കേട്ട ശേഷം നമുക്ക് നിർത്താം. ഞാൻ 2 അടിച്ചോളൂ. 2 അടിച്ചപ്പോഴേക്കും എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ മിണ്ടാടി നിൽക്കുക. അപ്പൊ അവരോട് ബീച്ചിച്ച് ഒന്ന് കൂടെ ഒന്നും മിണ്ടാത്ത ഒന്നുമില്ല ചേട്ടാ, അതല്ല ഞാൻ കുറച്ച് പൂസാവോ എന്നുള്ളൊരു പേടില്ല. ചെറുതായിട്ട് നല്ല തലക്കി പിടിച്ചിരിക്കുന്നു. 2 അടിച്ചപ്പോഴേക്കും എനിക്ക് കുറച്ചും നല്ല തലക്കി പിടിച്ചു. തലയ്ക്ക് കുറച്ചിങ്ങനെ പിടിച്ചു. അപ്പം അയാളും കുടിച്ചു, ഓൾറെഡി കുടിച്ചു. അവർ കുടിച്ചോട്ട് വന്നപ്പോ അയാൾക്കും നല്ല പൂസായി. അപ്പൊ അയാൾ ഇങ്ങനെ മൂണ്ടി. അപ്പൊ ഞാൻ നല്ല കുറച്ചിങ്ങനെ സൈലന്റ് ആയിട്ട് ഇരുന്നു. കുടിച്ച് പൂസാണല്ലോ, കുറച്ച് 2 അടിച്ചോളൂ. അപ്പോഴേക്കും
അങ്ങനെ പിടിച്ചു നിൽക്കുക. കാരണം അലമ്പുണ്ടാക്കാനൊന്നും പറ്റില്ല, നമ്മൾ നൈറ്റ് വർക്കിന് പോയേക്കല്ലേ. അപ്പം ഞാൻ അങ്ങനെ പിടിച്ചപ്പോൾ എന്നോട് ചോദിച്ചാൽ എന്താ മിണ്ടാത്ത? അയ്യോ കേട്ടോ ഒന്നുമില്ല, അപ്പൊ ഫുഡ് എനിക്ക് വേണ്ട കേട്ടാ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു അപ്പൊ നിങ്ങൾ എന്നോട് പാർട്ടിക്കുന്നല്ലേ പറഞ്ഞ് എന്നൊക്കെ വെച്ചു. അപ്പൊ ഞാൻ ഓൾറെഡി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എക്സ്ട്രാ പൈസ കൂട്ടി ഞാൻ പറഞ്ഞായിരുന്നു കേട്ടോ. അങ്ങനെ രണ്ടെണ്ണം അടിച്ചു. രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞപ്പം അയാൾ എന്നെ എന്താ പറയാ ഒരു റൂമിലോട്ട് കയറ്റിട്ടാ. ഷാ ചക്കൻ നല്ല ചുടൻ ചക്കനാണ്, പക്ഷെ അതായിട്ട് അതിനുള്ള കഥ പറയുന്നു. കാര്യം നല്ല ചക്കനായിരുന്നു, സ്വഭാവം നല്ലതാ, നല്ല സ്നേഹമായിരുന്നു. എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായില്ല. ഫുഡിന് ഫുഡ്, കള്ളിന് കള്ള്, സേഫായിട്ട് എന്നെ ഇവിടെ എത്തിച്ചു. ഞാൻ പറഞ്ഞേക്കാൾ കൂടുതൽ കാശ് എനിക്ക് തന്നെങ്കിലും ഉള്ളൂ. ഓക്കെ, എല്ലാം ഓക്കെ ആയിരുന്നു. പക്ഷെ 3 കേക്ക് 2 പേരെന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ ആദ്യം 2 പെക്കടിച്ച് വെക്കുമ്പോൾ നല്ല തരിപ്പായി. എനിക്കറിയില്ല ഞാൻ കണ്ടുപിടിച്ച എന്റെ മൈൻഡ് എന്താണ്. ഞാൻ ചെറിയ നല്ല മൂഡിലായിരുന്നു. ആ മൂടമ്പത്ത് ചെയ്തെന്ന് നോക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് കേക്ക് എന്നിട്ട് റൂമിലൊക്കെ നല്ല അടിപൊളി റൂംസും കാര്യങ്ങളൊക്കെ കേട്ടോ. മൊബൈലൊന്നും ഉണ്ടായില്ല റൂമില്. മൊബൈലൊക്കെ ഇപ്പോഴത്തെ ഹാളിൽ വെച്ചിട്ടാണ് അവൻ മുന്നോട്ട് ഇരുന്നത്. അങ്ങനെ അപ്പൊ ഞാൻ ഇട്ട ഡ്രസ്സാണ്. അപ്പൊ എന്നോട് പറഞ്ഞു ഡ്രസ്സ് ചേഞ്ച് ചേച്ചി പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വേറെ ഡ്രസ്സ് കൊണ്ടുവന്നില്ലാന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു ഒരു കാര്യം, ഞാൻ ലുങ്കി മുണ്ട് തരാൻ പറഞ്ഞു. എനിക്ക് ലുങ്കി മുണ്ട് വേണ്ട, ഞാൻ ചുരിദാറിന്റെ എന്റെ ഡ്രസ്സിന്റെ അടിയിൽ പാൻറ് ഇട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് ടീഷർട്ട് വന്നു. അപ്പൊ അവിടെ ഞാൻ ഷർട്ട് വേണം ടീഷർട്ട് വേണം ചോദിച്ചു. അപ്പം ആ ചെക്കന്മാരുടെ ടീഷർട്ട് എനിക്ക് വന്നു. ഷർട്ട് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര എന്തോ പോലെ. ഞാൻ പറഞ്ഞു എനിക്ക് ലുങ്കി മുണ്ട് വേണ്ട, മുണ്ട് കൊടുത്തോളാൻ പറഞ്ഞു. എനിക്ക് മുണ്ട് വേണ്ട, ഞാൻ പാൻറ് ഇട്ടേട്ട് തോന്നുന്നു. അപ്പൊ ഞാൻ ഡ്രസ്സ് ഊരി എടുത്തു വെച്ചിരുന്നു. അപ്പൊ അവരാ ചെക്കന്മാരെ ഒരാൾ ടീഷർട്ട് ഇട്ടു, എൻ്റെ അടിയിൽ പാൻറ് ഉണ്ടായിരുന്നു. ഞാൻ ഡ്രസ്സ് ഇവിടുന്ന് കൊണ്ടുപോയില്ലല്ലോ, ടീഷർട്ടും പാൻറ്റും ഉണ്ടായിരുന്നു. എനിക്കിത് വെള്ളം കുടിക്കണം, എനിക്ക് നാണം വന്നു. ചേച്ചി അച്ചോടാ, ചേച്ചിക്ക് നാണം വന്നില്ലേ? അപ്പൊ നാണം എന്താണെന്നൊക്കെ ചേച്ചിക്ക് അറിയാമല്ലേ? ചേച്ചി ഒരു നാണവും മാനവും ഇല്ലാത്ത ആളായിരുന്നു എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. സോറി ചേച്ചി. എന്തായാലും ഇത്ര ഉള്ളു ചേച്ചിയുടെ കഥ. ബാക്കി ചേച്ചി പറയാത്തതാണോ അത് യൂട്യൂബ് എടുത്ത് ഒഴിവാക്കിയതാണോ എന്നൊന്നും അറിയില്ല. എന്തായാലും ബാക്കി നിങ്ങൾ ഊഹിച്ചോളി, അതാണ് നല്ലത്. എന്തായാലും ചേച്ചിക്ക് ഒരു ആത്മകഥ എഴുതാനുള്ള ഒരു വകുപ്പുണ്ട്. എന്റെ തുടി കൊടുക്കാത്ത ദിവസങ്ങൾ എന്ന് പേരിട്ടാൽ മതി. ചൂടപ്പം പോലെ വിറ്റ് തീർന്നോളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് ഇവരുടെ മക്കളെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് വിഷമം. 3 മക്കളുണ്ട്. മക്കൾക്ക് ഇതൊന്നും പ്രശ്നമാവില്ല എന്നൊക്കെ ഒരു മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ വന്നിരുന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് സത്യമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വന്തം അമ്മ കാരണം ആ കുട്ടികൾ സ്കൂളിലൊക്കെ എത്രത്തോളം ബുള്ളിങ് നേരിട്ടിട്ടുണ്ടാവും അല്ലെ? ഇവർക്ക് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൂട്ടിയാൽ മതിയല്ലോ. അനുഭവിക്കുന്നത് മുഴുവനും ഇവരുടെ മക്കളും കുടുംബക്കാരുമായിരിക്കും. പിന്നെ ഇവരുടെ സ്പൈലേക്ക് ഹാപ്പി എൻഡിങ് ആഗ്രഹിച്ചു പോകുന്നവരോടാണ്. അതുപോലെ ചേച്ചിയെ നൈറ്റ് വർക്കിന് കൊണ്ടുപോകുന്നവരോടും കൂടിയാണ്. നിങ്ങൾ നല്ലോണം സൂക്ഷിച്ചോ. സംഭവം നിങ്ങൾ ആഗ്രഹിച്ച പോലെയൊക്കെ ഹാപ്പി എൻഡിങ് ഒക്കെ കിട്ടും. പക്ഷെ അടുത്ത ദിവസം ടിക്ടോക്ക് ലൈവിൽ വന്ന് ചേച്ചി ആ ഹാപ്പി എൻഡിങ്ങിന്റെ കഥ അങ്ങോട്ട് പറയും. കമ്പി കഥ എന്ന് പറഞ്ഞ ചേച്ചിന്റെ ട്രേഡ് മാർക്ക് ഏരിയയാണ്. ഹാപ്പി എൻഡിങ്ങിന് പോകുന്നവന്റെ ചുക്കാമണിയുടെ വലുപ്പം വരെ അളന്ന് കഥ അയക്കുന്ന ആളാണ് ചേച്ചി. ചുരുക്കി പറഞ്ഞാൽ ചേച്ചിയുടെ സ്പായിൽ പോകുന്ന ഒരുത്തനി അടുത്ത ദിവസം ചേച്ചിയുടെ ലൈവില് പോയിരുന്നു. സ്വന്തം കമ്പിക്കഥ കേട്ട് തന്നെ വാണം വിടാം. വല്ലാത്തൊരു അച്ചീവ്മെന്റ് തന്നെ ആയിരിക്കും അത് അല്ലെ? കൂടുതലൊന്നും ഞാൻ പറയുന്നില്ലേ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.